ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ലൗഡ് സ്പീക്കർ അറിവിന്റെ ആഘോഷം. ഹേ ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം, വെൽക്കം ടു ലൗഡ് സ്പീക്കർ. ലൗഡ് സ്പീക്കറിൽ ഇന്ന് കൂടെയുള്ളത് RJ ശ്രീശാന്താണ്. അപ്പോൾ ഇന്നും ലൗഡ് സ്പീക്കറിലൂടെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഒരുപാട് ഇൻഫർമേഷൻ ഒക്കെ അറിയാറുണ്ടല്ലേ. അപ്പോൾ ഇന്നും ഒരു വലിയ ഇൻഫർമേഷൻ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് അത്യധികം പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ പറ്റിയാണ്, അതായത് ലഹരി സംബന്ധമായ കാര്യങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, ഇന്ന് ലോക ലഹരി വിരുദ്ധ ദിനമാണ്. ഇന്നത്തെ ഒരു സാഹചര്യം പറയുകയാണെങ്കിൽ യുവാക്കളും കുട്ടികളും ഉൾപ്പെടെ എത്രയോ പേർ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ലഹരി വലയത്തിൽ കുഴുങ്ങിക്കിടക്കുന്നതിന്റെ വാർത്തകളാണ് ദിവസവും നമ്മൾക്ക് മുന്നിൽ കേൾക്കുന്നല്ലേ. അപ്പോൾ ഈ സാഹചര്യത്തിൽ ലഹരി ഉപയോഗം എങ്ങനെ തടയാം, ഇതിന്റെ ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണ്, ഇതിനെ പൂർണ്ണമായിട്ടും സമൂഹത്തിൽ നിന്ന് എങ്ങനെ തുടച്ചു മാറ്റാം എന്നതിനെ പറ്റി അറിയേണ്ടത് വളരെ അത്യാവശ്യമാണല്ലേ. സോ ഇന്ന് ഈ വിഷയത്തിൽ സംസാരിക്കാനായി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അറിവുകൾ പങ്കുവയ്ക്കാനായി എന്നോടൊപ്പം കൂടെയുള്ളത് റിട്ടയർഡ് എക്സൈസ് ഓഫീസറായ വിജയകുമാർ സാറാണ്. സർ നമസ്കാരം ആൻഡ് വെൽക്കം ടു ലൗഡ് സ്പീക്കർ. സർ, അപ്പോൾ നമ്മൾ ഈ ഡ്രഗ്സിനെ പറ്റി അല്ലെങ്കിൽ മയക്കുമരുന്നുകളെ പറ്റി പറയുമ്പോൾ സമൂഹത്തിൽ ഒരുപാട് ഉപയോഗം ചെയ്യുന്ന അല്ലെങ്കിൽ ഫാർമസി പരമായിട്ടൊക്കെ ഒരുപാട് ഉപകരിക്കുന്ന ഡ്രഗ്സ് ഉണ്ട്, പലതരത്തിലുള്ള ഡ്രഗ്സ് കാണപ്പെടുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഡ്രഗ്സിനെ അല്ലെങ്കിൽ ഈ മയക്കുമരുന്നിനെ ഡിഫൈൻ ചെയ്യുന്നത്? അന്തർദേശീയ തലത്തിൽ മയക്കുമരുന്നുകളുടെ ഉപയോഗത്തിനെതിരെ കർശനമായ നിയമങ്ങൾ നിലവിലുണ്ട്. ഇന്ത്യയിൽ 1985 നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് റൂൾസ് എന്ന പേരിൽ NDPS ആക്ട് നിലവിൽ വരുന്നത്. അതിൽ തന്നെ നാർക്കോട്ടിക് ഡ്രഗ്സ് എന്താണെന്ന് വിശദീകരിച്ചിട്ടുണ്ട്. ദ ഡെഫിനിഷൻ ഓഫ് ഡ്രഗ്സ് is comprehensive enough to take in not only medicines but also substances intended to be used for or in the treatment of human beings or animals. അപ്പൊ ഇത് തന്നെ മനുഷ്യ ശരീരത്തിന് വേണ്ടിയും പിന്നെ വെറ്റിനറി പർപ്പസിന് വേണ്ടിയുമുള്ള മരുന്നുകൾ. ഉദാഹരണമായിട്ട് ബ്യൂപ്രനോർഫിൻ എന്ന് പറയുന്ന മരുന്ന്, അത് അർബുദ രോഗത്തിന് ഉപയോഗിക്കുന്ന ശക്തമായ ഒരു ഔഷധമാണ്. അത് വാങ്ങിച്ചുകൊണ്ട് മെഡിക്കൽ സ്റ്റോറിൽ നിന്നൊക്കെ മേടിച്ച് ഇത് ലഹരിക്ക് പകരമായി ഇതാണ്ട് മരണത്തോട് അടുക്കുന്ന അർബുദ രോഗികൾക്ക് ലേശം വേദന സംഹാരിയായി കൊടുക്കുന്ന ഒരു മരുന്നാണ്. അത് വാങ്ങിച്ച് ഉപയോഗിച്ച് മയങ്ങി നടക്കുക. അപ്പൊ ഈ ഡ്രഗിന്റെ ദുരുപയോഗം. അതേപോലെ കെറ്റമിൻ എന്ന് പറയുന്ന വെറ്റിനറി പർപ്പസിന് പശുക്കളെയും മറ്റും സർജറി ചെയ്യേണ്ടി വരുമ്പോൾ ഉപയോഗിക്കുന്ന കെറ്റമിൻ പോലെയുള്ള വെറ്റിനറി മരുന്നുകൾ ഇതും വാങ്ങിച്ച് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ LSD എന്ന് പറയുന്ന പേരിൽ അറിയപ്പെടുന്ന മാനസിക രോഗമുള്ളവർക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മരുന്ന്. അപ്പൊ ഇതും മേടിച്ച് ഈ ലഹരിക്ക് പകരമായിട്ട് ഉപയോഗിക്കും. അപ്പൊ നമ്മുടെ പല രോഗങ്ങൾക്കും വേണ്ടി കണ്ടുപിടിക്കുന്ന മരുന്നുകൾ ഒരു സഡേറ്റീവ് ആണെങ്കിൽ അത് ലഹരിക്ക് പകരമായി ഉപയോഗിക്കുന്ന ഒരു രീതി ലോകത്തെമ്പാടും കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് 1985 നവംബർ 14 ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് NDPS ആക്ട് രാജ്യത്ത് നിലവിൽ വരുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ ഡ്രഗിനെ പറ്റി പറയുമ്പോൾ നമ്മൾ കേട്ട് വരുന്ന കുറച്ചധികം ഡ്രഗ്സ് ഉണ്ടല്ലേ. അപ്പോൾ പൊതുവായിട്ടുള്ള ഡ്രഗ്സ് ഏതൊക്കെയാണ്? ഇതിൽ പൊതുവായിട്ട് ഇപ്പം ഈ ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു കെറ്റമിൻ, ബ്രൂഫിനോർഫിൻ, LSD, ആംഫെറ്റമിൻ തുടങ്ങിയ കുറേയേറെ മരുന്നുകളുണ്ട് ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സർ, അപ്പോൾ മയക്കുമരുന്ന് എന്നത് നമ്മുടെ ആരോഗ്യത്തെ എങ്ങനെയാണ് ആക്ച്വലി പ്രതികൂലമായി ബാധിക്കുന്നത്? മയക്കുമരുന്ന് പ്രതികൂലമായി ബാധിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു മദ്യമാണെങ്കിൽ പോലും അത് ഒരു 3-4 മിനിറ്റ് നമ്മുടെ ശരീരത്തിലെ ചെറുകുടലിലും ആമാശയത്തിലും ചേർന്നതിന് ശേഷം ആഗിരണം ചെയ്ത രക്തത്തിലേക്ക് പോവാം. അത് ഈതയിൽ ആൽക്കഹോൾ എന്ന് പറഞ്ഞ സ്പിരിറ്റാണ് അതിന്റെ ബേസിക് കണ്ടന്റ്. പക്ഷെ അത് രക്തത്തിലേക്ക് ചെന്ന് തലച്ചോറിലേക്ക് ചെന്ന് കഴിയുമ്പോൾ പിന്നീട് അത് മാറുന്നത് ടെട്രാ ഹൈഡ്രോ ഐസോ ക്യൂനോലിൻ എന്ന് പറയുന്ന ഒരു പേരിലാണ് മെഡിക്കൽ ശാസ്ത്രം. അതൊരു വിഷ ഘടകമായിട്ട് മാറും. അപ്പൊ ശരീരത്തൂടെ രക്തത്തിൽ അലിഞ്ഞ് സാധാരണ മദ്യം പോലും തലച്ചോറിൽ എത്തിക്കഴിയുമ്പോൾ തലച്ചോറിനെ ദോഷകരമായി ബാധിക്കുന്ന മറ്റൊരു ഘടകമായിട്ട് മാറുകയാണ് സാധാരണ മദ്യം പോലും. അപ്പൊ ഇതിന്റെ എത്രയോ മടങ്ങ് തലച്ചോറിനെ സ്വാധീനിക്കാൻ കഴിയുന്നതാണ് ഗഞ്ചാവ് അടക്കം വരുന്ന
മയക്കുമരുന്നുകൾ അടക്കം വരുന്നത്. അത് തലച്ചോറിനെയാണ് കാര്യമായിട്ട്. പക്ഷേ ഇത് ചെന്ന് കഴിയുമ്പോൾ ഡോപ്പമിൻ പോലെയുള്ള ഘടകങ്ങൾ ലേശം തലച്ചോറിൽ വർദ്ധിക്കുകയും ഒരു സുഖം പോലെ അനുഭവപ്പെടുകയും ചെയ്യും. പക്ഷെ അത് അഡിക്ഷൻ ടെൻഡൻസിയിലേക്ക് തലച്ചോറിനെ മാറ്റുകയാണ്. അപ്പൊ ഇത് തലച്ചോറിനെ ബാധിക്കുന്നു. അത് കഴിയുമ്പോൾ വരുന്നെന്ന് പറഞ്ഞാൽ മദ്യം പോലും പിന്നീട് ഈ ശരീരത്തിൽ ചെല്ലുന്ന മദ്യം അത് രക്തത്തിൽ ഇട്ടേക്കില്ല. ശരീരത്തിന് ആവശ്യമില്ലാത്ത ഒരു സാധനം രക്തത്തിൽ ഇടില്ല. അത് ഓക്സിഡൈസ് ചെയ്ത് കരള് പുറത്തു കളയുക. അപ്പൊ സ്വാഭാവികമായിട്ട് കരള് അത്രയും പ്രോസസ്സ് അഡീഷണൽ ആയിട്ട് ചെയ്യുക. മനുഷ്യ ശരീരത്തിൽ കരളിന് പിന്നെ ചെയ്താൽ തീരാത്ത പണികൾ കരളും ഹൃദയമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ അവയവങ്ങൾ. അപ്പൊ ഈ കരൾ ഇത് ഓക്സിഡൈസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായി കരളിന് ഇരട്ടി പണി വരികയും ഫാറ്റി ലിവർ പോലുള്ളത് അസുഖങ്ങളിലേക്ക് ആ കരൾ മാറുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ മദ്യപാനം മാത്രമാണോ അതോ ഒരുപാട് ഡ്രഗ്സ് ഇനിയും ഉണ്ടല്ലോ നമ്മുടെ നാട്ടിലൊക്കെ? ഒരുപാടുണ്ട്. പെത്തഡിൻ, കൊക്കൈൻ, പിന്നെ ഓപ്പിയം, മോർഫിൻ, ഹെറോയിൻ, ഇങ്ങനെ ഒട്ടേറെ ഡ്രഗുകൾ. അപ്പൊ ഇത് കൂടാതെ തന്നെ ഒട്ടേറെ പുതിയ പേരുകളിലുള്ള ഇതേപോലുള്ള ഡ്രഗുകൾ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുക. തീർച്ചയായിട്ടും. അപ്പൊ ഇതിനെ എല്ലാം കടത്തിവെട്ടിക്കൊണ്ടാണ് സമീപകാലത്ത് ഇതെല്ലാം ഒരു പരിധി വരെ ഇന്ന് അപ്രസക്തമായി എന്ന് പറയാം. ഇതിന്റെ ഒക്കെ മുകളിലേക്ക് മാറിയിരിക്കുകയാണ് ഈ MDMA പോലുള്ള രാസലഹരി. ആ MDMA പോലുള്ള രാസലഹരി ഹൈബ്രിഡ് കഞ്ചാവിൽ ചേർത്ത് അതിനേക്കാൾ കുറച്ചുകൂടെ വീര്യമുള്ളത് ഇപ്പം വ്യാപകമായിക്കൊണ്ടിരിക്കുക. സർ, അപ്പോൾ നമ്മൾ ഈ മയക്കുമരുന്നിനെ പറ്റി പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് MDMA എന്ന് പറയുന്നത്. ഇത് MDMA എന്ന് പറയുമ്പോൾ ഒരു 1913 ജർമ്മനിയില് അനസ്തേഷ്യക്കൊക്കെ പകരമായി ഒരു മെഡിസിനൽ പർപ്പസിന് കണ്ടുപിടിച്ച ഒരു ഇതാണ്. അത് നമ്മുടെ മനുഷ്യ ശരീരത്തിൽ അത്ര യൂസ്ഫുൾ അല്ലെങ്കിലും അന്നത്തെ സാഹചര്യത്തിൽ അത് പ്രായോഗികമായിട്ടുണ്ടായിരുന്നു. പിന്നെ വ്യവസായ ആവശ്യത്തിനും ഒക്കെ ആയിട്ട് ജർമ്മനിയിൽ ഉണ്ടാക്കിയതാണ്. 112-113 വർഷത്തിന് മുമ്പ് MDMA പോലുള്ള മെത്തനിൻ ഡയോക്സി മെറ്റാഫിറ്റമിൻ എന്ന് പറയുന്ന രാസലഹരി. ഇത് 1 ഗ്രാം ഉണ്ടെങ്കിൽ 40-50 പേരെ ലഹരിക്ക് അടിപ്പെടുത്താം. 1 ഗ്രാം എന്ന് പറയുമ്പോൾ നമ്മളൊരു കയ്യിൽ തട്ടിയിടുന്ന മുഖത്തിടാനിടുന്ന ഒരു പൗഡറിന്റെ അത്രയൊക്കെ കാണത്തുള്ളൂ. അപ്പൊ ഒരു 20-30 മില്ലിഗ്രാം മതി ഒരാളിനെ 8-10 മണിക്കൂർ മോശമായ തലത്തിലേക്ക് മയക്കി കൊണ്ടുപോകാൻ. അത് 2 വട്ടം അടുപ്പിച്ചായി കഴിയുമ്പോൾ മൂന്നാമത് ഇത് കിട്ടാൻ വേണ്ടിയുള്ള എന്ത് അക്രമവും കാണിക്കുന്ന തരത്തിലേക്ക് അയാളുടെ തലച്ചോറ് മാറിപ്പോവുകയാണ്. ഇതൊരു എക്സ്റ്റസിയാണ്. എക്സ്റ്റസി എന്ന് പറഞ്ഞാൽ ഹർഷോന്മാദം. ഹർഷം എന്ന് പറഞ്ഞാൽ സന്തോഷം, ഉന്മാദം എന്ന് പറഞ്ഞാൽ ഭ്രാന്ത്. ഇതൊരു സന്തോഷത്തിന്റെ ഭ്രാന്ത്. ഇതിന്റെ മറ്റൊരു അപകടം, ഇത് നമ്മുടെ തലച്ചോറിലെ ലൈംഗികപരമായ താല്പര്യങ്ങളെ മോശമായി ഡെവലപ്പ് ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടിയെ MDMA ഉപയോഗിച്ചിട്ട് നിൽക്കുന്ന ഒരു കുട്ടിയുടെ തോളിൽ ഒരു പരിയില്ലാത്ത ഒരാൾ കൈയിട്ടാൽ പോലും അത് പ്രതികരിക്കാതെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് തലച്ചോറിനെ മാറ്റപ്പെടുകയാണ്. അതാണിത് ലൈംഗിക ചൂഷണത്തിനും ആടാനും പാടാനും ഒക്കെയായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അപകടകരമായ രാസലഹരിയാണ് ഈ MDMA. സർ, അപ്പോൾ നമ്മൾ ഈ മയക്കുമരുന്നുകളെ പറ്റി സംസാരിക്കുമ്പോൾ ലഹരിയെ പറ്റി സംസാരിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ ഈ സ്കൂളുകൾ, കോളേജ് വിദ്യാർത്ഥികൾക്കിടയിൽ വലിയ തോതിലുള്ള മയക്കുമരുന്ന് ഉപയോഗം ഇപ്പം കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇതെന്തായിരിക്കും ഈ സാഹചര്യത്തിലേക്ക് കടന്നു വരാനുള്ള കാരണം, അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാകാനുള്ള കാരണം എന്തായിരിക്കും? ഇതിന് ഉള്ള പ്രധാന കാരണം ഇതൊരല്പം പെട്ടെന്ന് കാശുണ്ടാക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു ക്രിമിനൽ ടെൻഡൻസി ഉള്ളവരാണ് ഇതിന്റെ കാര്യമായിട്ട് കച്ചവടക്കാർ. ഇപ്പൊ നാട്ടിലെ ചായ കച്ചവടക്കാരാണെങ്കിലും ശരി, നാട്ടിലെ കഞ്ചാവ് കച്ചവടക്കാരാണെങ്കിലും ഒരു ലേശം ക്രിമിനൽ ടെൻഡൻസി വേണം. എന്ന് പറഞ്ഞാൽ എങ്ങനെയും കാശുണ്ടാക്കണം, ഏത് മോശമായ സാഹചര്യത്തിൽ കാശുണ്ടാക്കണം, ഇതൊന്നും എനിക്കൊരു വിഷയമല്ല. ആളുകൾ എന്നെ കുറിച്ച് മോശമായി പറയുമെന്നോ പോലീസ് പിടിക്കുമെന്നോ എക്സൈസ് പിടിക്കുമെന്നോ ഇതൊന്നും വിഷയമല്ല എന്ന് ചിന്തിക്കുന്ന ഒരാളെ ഇതിലോട്ട് പോകത്തുള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പോഴും പെട്ടെന്ന് കാശുണ്ടാക്കാൻ പറ്റും. ഇപ്പം ഈ MDMA ഇത്ര വ്യാപകമാകുന്നതിന്റെ ഒരു കാരണം, ഇത് നമ്മുടെ ബാംഗ്ലൂരിലൊക്കെ ഇത് ക്രമമായിട്ട് ഒരു നൈജീരിയക്കാരനും മറ്റൊരു സ്ത്രീയും കൂടെ ഒക്കെ അടുത്ത കാലത്ത് ഇവര് പ്രത്യേകിച്ച് ഇത് ഉണ്ടാക്കുന്നു. അപ്പൊ MDMAയുടെയും ഡ്യൂപ്ലിക്കേറ്റും ട്രിപ്ലിക്കേറ്റും ഒക്കെ ഇറങ്ങുന്നുണ്ടെന്നുള്ളതാണ് വ്യാപകം. അപ്പൊ അത് ഇങ്ങനെ കൊണ്ടുവന്ന് ഒരു 10 ഗ്രാം കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ നമ്മുടെ മൊബൈലിന്റെ ഒരു കവറിനകത്ത് പോലും വെക്കാൻ പറ്റുന്ന തരത്തിൽ 10 ഗ്രാം നമ്മൾ ഫോൺ വിളിച്ചോണ്ടിങ്ങനെ വരികയാണ്. പെട്ടെന്ന് അത് പരിശോധിക്കാനോ കൃത്യമായി പോയിന്റ് ഔട്ട് ചെയ്തില്ലെങ്കിൽ ഇത് പരിശോധിക്കാനൊക്കെ പ്രായോഗികമായ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം അത് കൊണ്ടുവന്ന് ഇവിടെ കൊടുത്താൽ 10,000 രൂപ കിട്ടുമെങ്കിൽ, പെട്ടെന്ന് ഇവിടുത്തെ ഒരു ഏജന്റിന്റെ കയ്യിലോട്ട് കൊടുത്താൽ 10,000 രൂപ കിട്ടുമെങ്കിൽ അവിടെ നിന്നൊക്കെ പഠിക്കാൻ പോകുന്ന അല്ലെങ്കിൽ അതുപോലുള്ള പെട്ടെന്ന് കാശുണ്ടാക്കണമെന്ന് തോന്നുന്ന ചില കുട്ടികളെ, ചെറുപ്പക്കാരെ, പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ അതിലേക്ക് ആകർഷിക്കപ്പെടാനുള്ള ഒരു സാധ്യത അതാണ് കണ്ടുവരുന്നത്. അത് ഒരു അപകടകരമായ അവസ്ഥയിലേക്ക് ആ സമൂഹം മാറരുത്. എങ്ങനെ പിടിക്കും
തീർന്നിരിക്കും. അപ്പൊ 100 നമ്മൾ MDMA പിടിച്ചു എന്ന് വായിക്കുമ്പോൾ നമ്മൾ പലരും ധരിക്കുന്നത് വ്യാപകമായി പിടിക്കുന്നുണ്ട്, ഇപ്പൊ നിൽക്കരുത് എന്ന് തോന്നുന്നു. 100 ഞാൻ ഡിപ്പാർട്ട്മെന്റിൽ ഇരുന്ന ഒരാളെന്നുള്ള നിലയിൽ 100 പിടിക്കുന്നെങ്കിൽ 1000 പിടിക്കാതെ അതിന്റെ വ്യാപനം, അതിന്റെ ഉപയോഗം നടക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. സർ, അപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് ഒരുപാട് പേര് ഇതുപോലെ മയക്കുമരുന്ന് അടിമപ്പെട്ട് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു എന്നൊരു വ്യക്തി നമുക്ക് എങ്ങനെ അദ്ദേഹത്തിന് തിരിച്ചറിയാൻ സാധിക്കും? എന്തെങ്കിലും സിംറ്റംസ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുമോ? മയക്കുമരുന്നിന്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ MDMA പോലുള്ള ലഹരി ഉപയോഗിച്ച് ഇതിന് പ്രത്യേകിച്ച് മണമോ രുചിയോ ഒന്നുമില്ല. MDMA ഉപയോഗിച്ച് നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനെ നമുക്ക് കണ്ടുപിടിക്കാൻ പാടാണ്. കാരണം ഇപ്പം കഞ്ചാവ് വലിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ നമുക്ക് കാണാം. കാരണം അവനെ കുറച്ച് കഞ്ചാവിന്റെ ഒരു അഡിക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ അവൻ കൃത്യമായി കുളിക്കില്ല, വസ്ത്രങ്ങള് നല്ല വസ്ത്രം ധരിക്കില്ല, ഒരു ദിവസം ഇടുന്ന ഷർട്ടും പാന്റും ഒക്കെ വേണമെങ്കിൽ അവൻ ആഴ്ചകളോളം ഇട്ടുകൊണ്ട് നടക്കും. അവൻ കുളിക്കില്ല, മുടിയെല്ലാം കൂടെ അല്ലെന്ന്. കഞ്ചാവ് വലിക്കുന്ന ഒരാളിനെ, സ്ഥിരമായി വലിക്കുന്ന ഒരാളിനെ നമുക്ക് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവും. ഈ മദ്യപിക്കുന്ന ഒരാളിനെ പോലും നമുക്ക്, മദ്യപിക്കുന്ന ആള് തന്നെ രാത്രി എത്ര കുളിച്ചിട്ട് വീട്ടിൽ ചെന്ന് കയറിയാലും രാവിലെ കുളിച്ചിട്ടിരിക്കുകയാണ്, മറ്റേത് കുളിക്കില്ല. അപ്പൊ ഈ 2 കാറ്റഗറിപ്പെട്ടവരെ നമുക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും, അതിന്റെ സ്മെല്ലുണ്ടാകും. ഇപ്പൊ MDMA പോലുള്ള രാസലഹരിയാണെങ്കിൽ സ്മെല്ലുണ്ടാകും. ഇവിടെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ഈ നാർക്കോട്ടിക് ഡ്രഗ്സ് ആണെങ്കിൽ അറിയില്ല, പക്ഷെ അതിനൊരു മയക്കം പോലെ കാണും, മയങ്ങി ഇങ്ങനെ നടക്കും. അപ്പൊ ഈ ഏറ്റവും വലിയ അപകടം MDMA ഉപയോഗിച്ച് നിൽക്കുന്ന ആളുകളെ പെട്ടെന്ന് നമുക്ക് കണ്ടെത്താൻ പാടാണ്. അവർക്ക് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പൊ രാത്രിയിൽ നമുക്കൊരു 11 മണി 12 മണിക്കൊക്കെ ഉറക്കം വരുമെങ്കിൽ MDMA ഉപയോഗിച്ച് ഒരാൾക്ക് 18-20 മണിക്കൂർ ഉറങ്ങാതെ ഇങ്ങനെ നടക്കാൻ പറ്റും. ഓക്കെ, ഹൈപ്പർ ആക്റ്റീവ് ആയിട്ട് നിൽക്കാൻ പറ്റും. അത് നിൽക്കാൻ പറ്റും. ശരി, അപ്പൊ അത്തരത്തിൽ കുറച്ച് സിംറ്റംസ് നമുക്ക് കഞ്ചാവൊക്കെ ഉപയോഗിക്കുന്നത് കാണാൻ പറ്റും. പക്ഷേ MDMA യൂസ് ചെയ്യുന്നവർക്ക് നമുക്ക് അത്തരത്തിൽ നമുക്ക് ഒരു സിംറ്റംസ് ഒന്നും കാണാൻ സാധിക്കില്ല അല്ലേ? അതെ, ബീഡി വലിക്കുന്ന ആളിനെ പോലും അടുത്ത് വരുമ്പോൾ ബീഡിയുടെ സ്മെല്ല് വരും. തീർച്ചയായിട്ടും. അത് കഞ്ചാവാണെങ്കിൽ മറ്റൊരു സ്മെല്ല് വരും. മദ്യം ഉപയോഗിച്ച ഒരാൾ അടുത്ത് വരുമ്പോൾ വെള്ളം അടിച്ചതിന്റെ ഒരു സ്മെല്ല് വരും. ബസ്സിലൊക്കെ നമുക്കത് കയറുമ്പോൾ അറിയാം, അവർ ബസ്സിൽ തന്നെ അത് സ്പ്രെഡ് ചെയ്യുന്നതാണ്. MDMA അടിച്ചിട്ട് ഒരാൾ ഇങ്ങനെ നിൽക്കുക എന്ന് പറഞ്ഞാൽ ഒരു സ്മെല്ലും വരില്ല, ഇതിന് പ്രത്യേകിച്ച് മണവും രുചിയും ഒന്നുമില്ല. അവിടെയാണ് ഇതിന്റെ ഒരു അപകടവും ഇതിന്റെ പ്രശ്നവും. അപ്പോൾ സാർ, ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു വ്യക്തി മയക്കുമരുന്നിന്റെ അടിമ അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്നുണ്ടെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് മാതാപിതാക്കളോ അല്ലെങ്കിൽ ആ കുട്ടിയോട് അടുത്തിടപെടുന്ന മറ്റു മനുഷ്യരെ എങ്ങനെയായിരിക്കണം ഇടപെടേണ്ടത്, അല്ലെങ്കിൽ അവരുടെ സമീപനം എങ്ങനെയായിരിക്കണം? ഒരു കുട്ടി മയക്കുമരുന്നോ ലഹരിയോ മറ്റോ ഉപയോഗിക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ തുടക്കത്തിൽ തന്നെയാണെങ്കിൽ നമുക്ക് അവരെ കൗൺസിലിംഗ് ചെയ്ത് അതിന്റെ ഒരു വരുമ്പഴായ ബോധ്യപ്പെട്ട് അവന്റെ കൂടെ സഹകരിക്കുന്ന കുട്ടികൾ ആരാണെന്നും ഒക്കെ കണ്ടുപിടിച്ച് നമുക്കത് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി തുടക്കത്തിലേ ആണെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും. അപ്പൊ പ്രധാനമായിട്ട് നമ്മുടെ സ്കൂളിൽ ഒരു 4 കുട്ടികളുണ്ടെങ്കിൽ ആ 4 കുട്ടികൾ ഇത് ഉപയോഗിക്കും. നമ്മുടെ മകനെ മാത്രം അല്ലെങ്കിൽ മകളെ മാത്രം ഉപദേശിച്ച് അത് കറക്റ്റ് ചെയ്തുകൊണ്ട് വരാൻ ചിലപ്പോൾ പാടായിരിക്കും. കാരണം എവനെ നമ്മൾ പറഞ്ഞ് ഇതിങ്ങനൊക്കെ കുഴപ്പമുണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മൾ എവനെ ഒന്ന് ബ്രെയിൻ വാഷ് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ അടുത്ത ദിവസം മറ്റേ ഇത് ഉപയോഗിക്കുന്ന 3 പേരുമായിട്ട് ഈ കുട്ടി വീണ്ടും സഹകരിക്കുകയാണ്. അപ്പം അവര് 3 പേരും കൂടെ ഒരുമിച്ച് നീ നിന്റെ പണി നോക്കണം, നിന്റെ അച്ഛന് മാത്രമേ കുഴപ്പമുള്ളൂ, വേറെ ആർക്കും കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞവരെ തിരിച്ചു കൊണ്ട് വരാനുള്ള സാഹചര്യം. അപ്പം നമ്മൾ ഇവന്റെ കൂടെ ഉപയോഗിക്കുന്നത് ആരാണെന്ന് കണ്ടുപിടിച്ച് അവരെ എല്ലാവരെയും ഒരേ തരത്തിൽ മാറ്റിയെടുത്തെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ഒരു കുട്ടിയെ അതിൽ നിന്ന് മാറ്റിയെടുക്കാൻ പറ്റും. ആദ്യമാണെങ്കിൽ നമുക്കിത് കൗൺസിലിംഗ് പോലുള്ള കാര്യങ്ങളിൽ നമുക്ക് ചെയ്യാം. എവിടെ നിന്നാണ് ഇത് കിട്ടുന്നത് എന്ന് അറിയണം, അതിന്റെ കൂട്ടുകാരൊക്കെയാണെന്ന് അറിയണം. ഏറ്റവും വലിയ അപകടം നമ്മുടെ വീടുകളിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കൂട്ടുകാരാരാണെന്ന് നമ്മുടെ രക്ഷാകർത്താക്കൾ അന്വേഷിക്കുന്നില്ല. അതിലൊരു കുട്ടി മോശമായ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഉറപ്പാണ് ഇവരുടെ ഒരു പ്രായം എന്ന് പറഞ്ഞാൽ ഒരു എക്സ്പെരിമെന്റൽ ഏജ് ആയതുകൊണ്ട് ഈ കുട്ടികൾ വളരെ പെട്ടെന്ന് തന്നെ അതെന്താണെന്ന് ഒന്ന് പരീക്ഷിച്ച് നോക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക് കുട്ടികൾ പോകും. സ്വാഭാവികമാണ്, അവരുടെ ആ പ്രായത്തിൻ്റെതാണ് അവരുടെ തലച്ചോറിന്റെ പ്രശ്നമാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ഈ കുട്ടികളിൽ നമ്മൾ പറഞ്ഞുള്ള 4 പേരുണ്ടെങ്കിൽ അതിൽ ഒരാളെ നമ്മളൊന്ന് കൺവിൻസ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ പോലും മറ്റു 3 പേരുടെ കൺവിൻസിംഗിൽ ആ കുട്ടി മേ ബി വീണ് പോയേക്കാം അല്ലേ? വീണ്ടും പോയേക്കാം. കാരണം നമ്മളിപ്പോ ഇന്ന് നമ്മുടെ കുട്ടികളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് കൂട്ടുകാരാണ്. തീർച്ചയായിട്ടും. ഈ അച്ഛനും അമ്മയും അല്ല, ഇന്ന് കൂട്ടുകാരാണ്. ഒരുമിച്ച് ഇപ്പൊ 4 കുട്ടികൾ ഒരുമിച്ച് ഒരു വെള്ളത്തിലിറങ്ങുന്നു, മുങ്ങി മരിച്ചു എന്ന് നമ്മൾ കാണുമ്പോൾ ആ 4 കുട്ടികൾ ചേർന്നാണ് തീരുമാനമെടുത്തത് ഇതിനടുത്ത് പോകാം. ഈ 4 കുട്ടികളുടെ ഒരു കുട്ടിയുടെ വീട്ടിൽ പോലും അച്ഛനോടും പറഞ്ഞിട്ടില്ല, അമ്മയോടും പറഞ്ഞിട്ടില്ല. അവരുടെ ആരെയും കൺസെന്റോട് കൂടിയല്ല പോകുന്നത്. എല്ലാ തീരുമാനങ്ങളും ഒരു ബൈക്കിൽ 4 പേര് പോകുന്നത്. ഒരു അപകടം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ അറിയുന്നത് അവരെന്തിനാണ് അവിടെ പോയത്. അവരൊന്ന് തീരുമാനിക്കുകയാണ്.
അപ്പൊ അതുകൊണ്ട് ഇന്ന് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് കൂട്ടുകാരാണ്. അതുകൊണ്ട് നമ്മൾ ഇന്ന് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ കൂട്ടുകാർ നമ്മുടെ മകനേക്കാൾ നല്ല സ്വഭാവമുള്ള നല്ല കുട്ടിയാണെങ്കിൽ നമുക്ക് ഭയക്കേണ്ടതില്ല. സർ, അപ്പോൾ നമ്മൾ ഈ മയക്കുമരുന്നിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് യൂസ് ചെയ്ത് ഒരുപക്ഷെ അവർക്ക് ഇതിൽ നിന്ന് പുറത്തു വരാൻ പറ്റാത്ത സാഹചര്യം വരുന്ന ഒരുപാട് മനുഷ്യരുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് കുട്ടികൾ തന്നെയുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഇതിൽ നിന്നൊരു മോചനം നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതിന്റെ ഒരു ചികിത്സാ രീതികൾ എങ്ങനെയൊക്കെ ആയിരിക്കും? ഇതിന് നമ്മുടെ നാട്ടിൽ കുറച്ച് ഡി അഡിക്ഷൻ സെന്ററുകളുണ്ട്. 30 സർക്കാർ തലത്തിലും കുറെ നടക്കുന്നുണ്ട്. സർക്കാർ തലത്തിലുള്ളതൊന്നും അത്ര ഒരു പ്രായോഗിക തലത്തിൽ അതൊരു പൂർണ്ണതയിലെത്തുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലാതെ തന്നെ കുറച്ച് ഡി അഡിക്ഷൻ സെന്റർ ഉണ്ട്. 30 ദിവസമാണ് ഇതിന് സാധാരണ ട്രീറ്റ്മെന്റിന് വേണ്ടി എടുക്കുന്നത്. അതിൽ ആദ്യത്തെ ഒരു 10 ദിവസം എന്ന് പറഞ്ഞാൽ ഇവർ ഈ ഡ്രഗ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് ഇവരുടെ ശരീരത്തെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പൊ അതിനകത്ത് തയാമിൻ പോലുള്ള ഘടകങ്ങളിൽ വേരിയേഷൻ വരും. ഇവർക്ക് ഒരു തലകറക്കവും മറ്റു ഒട്ടേറെ അസ്വസ്ഥതകൾ വരും. അതുകൊണ്ട് തന്നെ ഡോക്ടേഴ്സ് കൂടിയുള്ള ഡി അഡിക്ഷൻ സെന്റർ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഹോസ്പിറ്റലിൽ ആണ് ഇതിന് സാധാരണ ചികിത്സയ്ക്ക് ചെല്ലുന്ന. ഒരു 10-15 ദിവസം ആകുമ്പോൾ ഇവരുടെ ബോഡി ഈ ലഹരി ഇന്നലെ വരെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ലഹരി ഇല്ലാതെ തന്നെ നിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് ശരീരം മാറും. അത് കഴിയുമ്പോൾ പിന്നീട് എവിടെ നിന്നാണ് ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, അതിന്റെ അപകടം, അത് വിദ്യാഭ്യാസം നഷ്ടപ്പെടുന്നത്, ഇതിന്റെ ഫ്യൂച്ചർ നഷ്ടപ്പെടുന്നത്, ഇതൊക്കെ ഓരോന്ന് നമ്മൾ പറഞ്ഞ് ഇത് മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ ബാധിക്കുന്ന ഒരു രോഗമാണ്. അപ്പം മനസ്സിനുള്ള ചികിത്സ എന്ന് പറയുന്നത് കൗൺസിലിംഗ് ആണ്. ശരിയും തെറ്റുവനെ ബോധ്യപ്പെടുത്തുക. ശരീരത്തിനുള്ള ചികിത്സ എന്ന് പറയുമ്പോൾ ഇതിനൊരു കാര്യമായ മെഡിസിൻസ് ഒന്നും ഇന്നുവരെ ഇറങ്ങിയിട്ടില്ല. അത്യാവശ്യം ഒന്ന് ക്രമീകരണത്തിലുള്ള മെഡിസിൻസേ ഇറങ്ങിയിട്ടുള്ളൂ. കാര്യമായ മെഡിസിൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇവരെ ആ മെഡിസിൻ കൊടുത്ത് കൃത്യമായി ഇതിൽ നിന്ന് മാറ്റാമായിരുന്നു. അപ്പം ഒരു പരിധി വരെ നമുക്ക് ഇതിൽ നിന്ന് മാറ്റാൻ പറ്റുന്നുള്ളൂ. ഒരു 50% ഇതിന്റെ റിസൾട്ട് നമുക്ക് കണ്ടുവരാൻ പറ്റുന്നത്. 100 പേര് ഡി അഡിക്ഷൻ ട്രീറ്റ്മെന്റിന് പോയാൽ ഒരു 50 പേരെ അതിൽ നിന്ന് മാറത്തുള്ളൂ. മറ്റു പലരും, ചിലര് കുറച്ചു നാൾ മാറിയിട്ട് പിന്നീട് ആ സാഹചര്യത്തിലേക്ക് വീണ്ടും ചെന്ന് വഴുതി വീഴുന്ന കാണാം. ഒരു 40% പേരെ നല്ല ട്രീറ്റ്മെന്റ് കിട്ടിയാൽ ഇതിൽ നിന്ന് മാറ്റിയെടുക്കാൻ നമുക്ക് പറ്റും. സർ, അപ്പോൾ നമ്മൾ ഈ മയക്കുമരുന്നിനെ പറ്റി പറയുമ്പോൾ ഏറ്റവും കൂടുതൽ പറയുന്ന അല്ലെങ്കിൽ ചർച്ച ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് ഡി അഡിക്ഷൻ സെന്റേഴ്സിനെ പറ്റി. പക്ഷെ പലപ്പോഴും ഇതിന്റെ ഒരു വിജയം എന്ന് പറയുന്നത് പൂർണ്ണമല്ല എന്ന് പറയാം. കാരണം 100%-ൽ 50% ആൾക്കാരും ഡി അഡിക്ഷൻ സെന്റേഴ്സിൽ പോയ ശേഷവും ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യുന്ന ആൾക്കാരുമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ പഴയതിന്റെ പിന്നത്തെ അവസ്ഥയിലേക്ക് അവർ തിരിച്ചു പോകുമെന്ന് പറയും. അപ്പോൾ ഈ ഡി അഡിക്ഷൻ സെന്റേഴ്സിന്റെ ഒക്കെ വിജയം എത്രത്തോളം ഉണ്ട്? ഇതിന് ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ തലച്ചോറിലെ ഫ്രോണ്ടൽ ലോബില് അവിടെ റിവാർഡ് സിസ്റ്റം എന്ന് വൈദ്യശാസ്ത്രം പേരിട്ടിരിക്കുന്ന ഒരു ഭാഗമുണ്ട്. അവിടെ ആ ഭാഗത്തെ ന്യൂറോണുകളാണ് ഈ അഡിക്ഷൻ ടെൻഡൻസിയുള്ള ആളിനെ ഇങ്ങനെ പ്രേരിപ്പിക്കും. വീണ്ടും വീണ്ടും കഴിക്കാൻ ഇങ്ങനെ അയാളെ അങ്ങ് പ്രേരിപ്പിക്കുക. തലച്ചോറിന്റെ ഒരു ഭാഗം വരുന്ന ഒരു മനുഷ്യനെ പ്രേരിപ്പിച്ചു കഴിഞ്ഞാൽ അയാളങ്ങ് പോവും. ആ ബാറിലോട്ടങ്ങ് ഇറങ്ങിപ്പോയി പോവും. അപ്പൊ ഇതിനകത്ത് വരുന്നെന്ന് പറഞ്ഞാല് ഈ ഒരു ഓഫീസിൽ കൂട്ടം കൂടി ഇരുന്ന് മദ്യപിക്കുകയാണ്. അല്ലെ അവിടെ എവിടെങ്കിലും ഒരു ഓഫീസിലുള്ള 4-5 സഹപ്രവർത്തകർ എവിടെങ്കിലും ഇരുന്ന് മദ്യപിക്കുന്നു. അയാളെ ട്രീറ്റ്മെന്റിന് കൊണ്ടുവരിക. ആ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് ഇയാൾ വീണ്ടും അതേ ഓഫീസിലോട്ടാണ് പോയി ലീവ് കഴിഞ്ഞ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അയാൾ ഉറപ്പായിട്ട് വീണ്ടും കുടിക്കും. കാരണം അയാളുടെ കൂടെ ഇരുന്ന് കുടിച്ചുകൊണ്ടിരുന്ന ഈ അളിയന്മാർ ചെല്ലുമ്പോഴേ ഇവരെ ഇയാളെ പ്രേരിപ്പിക്കും. അല്ലെങ്കിൽ തന്നെ അവര് കഴിക്കുന്ന കണ്ടിട്ടും ആ പോകുന്നതും എല്ലാം കൂടെ ആകുമ്പോൾ ഇയാളുടെ ഞാൻ നേരത്തെ പറഞ്ഞ തലച്ചോറിന്റെ ആ ഭാഗം ഇരുന്ന് ഇങ്ങനെ പ്രേരിപ്പിച്ച് ഇയാളെ അതിലേക്ക് കൊണ്ടുപോകും. അപ്പം അതിനകത്ത് നമ്മൾ കൗൺസിലിംഗ് ചെയ്യേണ്ടത് ഓഫീസിൽ വെച്ചാണോ? അതാണോ പ്രശ്നം? അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ആ ഓഫീസിൽ നിന്ന് മറ്റൊരു ഓഫീസിലേക്ക് മാറാൻ അയാളെ പ്രേരിപ്പിക്കണം. അല്ലെങ്കിൽ അയാളെ ആ ട്രീറ്റ്മെന്റ് കൊണ്ട് പ്രയോജനമില്ല. ഇനി കുടുംബ പ്രശ്നമാണെങ്കിൽ നമ്മൾ ഫാമിലി കൗൺസിലിംഗ് ചെയ്യുമ്പോൾ കുടുംബത്തിലെ പ്രശ്നമാണെങ്കിൽ അതെങ്ങനെ പരിഹരിക്കുക? അത് ഭാര്യയെ ഉൾപ്പെടെ വിളിച്ച് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കൗൺസിലിംഗ് ഒക്കെ നടത്തി എവിടെയാണ് ഇതിന്റെ പ്രശ്നമെന്ന് ബോധ്യപ്പെട്ട് ആ കുടുംബ പ്രശ്നമാണെങ്കിൽ ആ ഭാര്യയെ കൃത്യമായി അത് പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. ആ ബോധ്യപ്പെടുത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിൽ നിന്ന് മാറും. അപ്പൊ ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ശരീരത്തെയും മനസ്സിനെയും ബാധിക്കുന്നതായത് നമ്മുടെ ആ കുടുംബ പ്രശ്നവും സാമ്പത്തിക പ്രശ്നമാണെങ്കിൽ സാമ്പത്തിക പ്രശ്നം നമുക്കിപ്പോ കൗൺസിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കൊടുത്ത് സഹായിക്കാനൊന്നും പറ്റില്ല. അയാളുടെ സാമ്പത്തിക സ്ഥിതി എന്താണെന്ന് മനസ്സിലാക്കി എന്നാൽ കുറച്ച് വസ്തു കിടപ്പുണ്ട്, അവിടെ ആ ലോണ് അടച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് നോട്ടീസ് കൊണ്ടുവന്ന് വീട്ടിൽ ഒട്ടിച്ചു. അപ്പോഴാണ് എനിക്ക് കുറച്ചുകൂടെ ടെൻഷനായി കുടിച്ച്. അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെ ക്രമീകരിക്കാൻ പറ്റും? കുറച്ച് ഗോൾഡ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മക്കളുണ്ടെങ്കിൽ അത് തൽക്കാലം അതൊന്ന് കടം തീർക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെയൊക്കെ നമുക്ക് ചില ക്രമീകരണങ്ങൾ ചെയ്ത് കുറച്ചുപേരെ നമ്മൾ നേരെ കൊണ്ടുവരാൻ പറ്റും. അതാണ് ഞാൻ പറഞ്ഞത് 40-50% അപ്പുറത്ത് നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. സർ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു മയക്കുമരുന്നിന്റെ ഒരു ഉപയോഗത്തെ പറ്റി കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഹൈജീനെയൊക്കെ വെച്ച് അല്ലെങ്കിൽ ഒരു വൃത്തിയില്ലായ്മയൊക്കെ കണ്ട് നമ്മൾ മനസ്സിലാക്കുമെന്ന് പറയുന്നുണ്ട് ഇതിന്റെ ഒരു സിംറ്റം എന്ന രീതിയിൽ. പക്ഷെ ഒരുപാട് തെറ്റിദ്ധാരണകളും ഇതിനെ സംബന്ധിച്ച് നിലനിൽക്കുന്നുണ്ട് നമ്മുടെ ജനങ്ങൾക്കിടയിൽ. അപ്പോൾ ഇത്തരത്തിൽ മയക്കുമരുന്ന് ഉപയോഗത്തെ പറ്റിയുള്ള തെറ്റിദ്ധാരണകൾ എന്തൊക്കെയാണ് സർ?
അല്ല, അതുണ്ട്. ഇപ്പൊ മയക്കുമരുന്നിന്റെ എന്ന് പറയുമ്പോ ഈ മുടി വളർത്തി നടക്കുന്ന നല്ല പിള്ളേരുണ്ട്. തീർച്ചയായിട്ടും. അപ്പൊ അവരെയും ആ തരത്തിൽ മോശമായിട്ട് ഇപ്പൊ നമ്മുടെ ഒരു പുതിയ ട്രെൻഡില് ഈ കുട്ടികളെ എല്ലാം മുടിയെല്ലാം കൂടെ പച്ചവെട്ടി ജില്ലാ കളക്ടർ നടക്കണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ കുട്ടികളെല്ലാം ഒന്നും കേൾക്കില്ല. പക്ഷെ അതിനകത്ത് നല്ല കുട്ടികളും ഉണ്ട്, നല്ല മിടുക്കരായ കുട്ടികളും ഉണ്ട്. അപ്പൊ അതിനകത്ത് വരുന്നെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഈ ഇത്തരം ലഹരി ഉപയോഗിക്കുന്നവര് വരുന്നെന്ന് പറഞ്ഞാൽ ഈ വേഷങ്ങളിലുമൊക്കെ കുറച്ച് അവരുടെ ഒരു അലസത അവരുടെ വേഷങ്ങളിൽ കാണാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ ആ വേഷം വെച്ച് മാത്രം നമുക്ക് നമ്മുടെ കുട്ടിയെ അങ്ങനെ അസസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് തെറ്റിദ്ധാരണകളും നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ടല്ലേ? ഉണ്ടാവും. ഒരുപാട് തെറ്റിദ്ധാരണകൾ നമ്മുടെ സമൂഹത്തിൽ ഇതിനെപ്പറ്റി ഉണ്ട്. അപ്പൊ ഇതിന് വേണ്ടതെന്ന് പറഞ്ഞാൽ കൃത്യമായ ഒരു അവയർനെസ് നമ്മുടെ ഈ റെസിഡന്റ് അസോസിയേഷനുകളില്, കുടുംബശ്രീകളില്, അതേപോലെ നമ്മുടെ ആളുകൾ കൂടുന്ന എല്ലാ മേഖലകളിലും ഇതിനെപ്പറ്റി ഒരു കൃത്യമായ അവബോധം നമ്മുടെ രക്ഷകർത്താക്കൾക്ക്, അച്ഛനും എന്റെ മോൻ കുഴപ്പമില്ല, എന്റെ മോള് കുഴപ്പമില്ല എന്ന് ധരിച്ചാണ് നമ്മുടെ നാട്ടിലെ 90% രക്ഷകർത്താക്കൾ ഇരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ മക്കളും ഒരു ദിവസം കൊണ്ട് കുഴപ്പത്തിലോട്ട് പോയി വീഴാം എന്ന് അവരെ ബോധ്യപ്പെടുത്തേണ്ടി. സർ, അപ്പോൾ ഈ മയക്കുമരുന്നും ലഹരിയും നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ സിനിമകളിലും ടിവികളിലൊക്കെ ഒരുപാട് കാണാറുണ്ട്. അപ്പോൾ ഈ സാമൂഹിക മാധ്യമങ്ങൾ അല്ലെങ്കിൽ സിനിമകൾ ഇതിനെ എങ്ങനെയാണ് ബാധിക്കുന്നത്? ലഹരി ഉപയോഗത്തെ ഇത് വളരെ കാര്യമായി ബാധിക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പൊ നമ്മളത് ബാധിക്കാന്ന് പറഞ്ഞാൽ എല്ലാവരെയും ബാധിക്കില്ല. ഇപ്പൊ നമ്മുടെ നാട്ടില് അത്തരത്തിലൊരു സിനിമ വരുമ്പോൾ 1000 പേര് ആ സിനിമ കാണുമ്പോൾ അതിനകത്ത് 100 പേരെ അത് സ്വാധീനിക്കുന്നു എന്ന കാര്യത്തിൽ സംശയം. അപ്പൊ 900 പേരെ സ്വാധീനിച്ചില്ലെങ്കിൽ 100 പേരെ ഒരു സിനിമ സ്വാധീനിച്ചു, അടുത്ത് വരുന്ന ഒരു സിനിമ വീണ്ടും 50 പേരെ സ്വാധീനിച്ചു. അപ്പൊ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഒട്ടേറെ ദോഷങ്ങളുണ്ടാവും. പഴയ കാലത്തെ സിനിമകൾ എന്ന് പറയുമ്പോൾ ഇതൊരു ജീവിത ഗന്ധിയായിരുന്നു. ആ സിനിമയുടെ എന്തെന്ന് പറഞ്ഞാൽ ഒരു മെസ്സേജസ് ആയിരുന്നു. ഇപ്പൊ അതൊക്കെ മാറി. ഇപ്പൊ ഇതൊക്കെ വേറൊരു തലത്തിലേക്ക് മാറി. അത് ജനറേഷന്റെ ഒരു മാറ്റവും ആ കഥയും കഥകളുടെ അഭിരുചിയും ഇതിന്റെ രീതികളൊക്കെ മാറി. അതിനിപ്പം പഴയ തലമുറ പരിതപിച്ചിട്ടോ കുറ്റം പറഞ്ഞിട്ടോ കാര്യമില്ല. പുതിയ തലമുറയോട് ചോദിച്ചാൽ അവർ ചിന്തിക്കുന്നതാണ് ശരി ആയിരിക്കാം. അപ്പൊ അതുകൊണ്ട് നമ്മളിപ്പം ഇതിനകത്തൊക്കെ പൊതുവായി ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്തരം നിർമ്മാതാക്കളെ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. അവർ ആ സിനിമ എങ്ങനെ വിജയിപ്പിക്കാൻ പറ്റും എന്നാണ് അവർ നോക്കുന്നത്. അത് ലാഭത്തിൽ എങ്ങനെ ഓടിക്കാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവർ ഇത്തരം കാര്യങ്ങളൊക്കെ അവർക്ക് ഗുണകരമാകുമെങ്കിൽ, കുറച്ചുകൂടെ ചെറുപ്പക്കാർ ഇടിച്ചു കയറുമെങ്കിൽ, അവരതിന്റെ ഒരു എത്തിക്സ് ഒന്നും നോക്കുന്നില്ല. ആ തലത്തിലേക്കാണ് നമ്മുടെ സമൂഹം ഒന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ നമുക്ക് അടിവരയിട്ട് പറയാനുള്ള ഒറ്റ കാര്യം, നമ്മൾ നമ്മുടെ മക്കളെ സൂക്ഷിക്കും. സർ, അപ്പോൾ ഇത്തരത്തിൽ സർക്കാർ അല്ലെങ്കിൽ ആരോഗ്യ മേഖല, വിദ്യാഭ്യാസം, പോലീസ്, അങ്ങനെ ഈ മേഖലകൾക്ക് എന്തൊക്കെയായിരിക്കും ചെയ്യാൻ പറ്റുന്നത് ഇതിനെ ചെറുക്കാൻ, പൂർണ്ണമായിട്ട് നമുക്ക് ഇല്ലാതാക്കാൻ വേണ്ടി? സർക്കാർ ആരോഗ്യ മേഖല എന്ന് പറഞ്ഞാൽ സർക്കാരിന് നമ്മൾ ഇതിനകത്ത് നിഷ്പക്ഷമായി പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാരിന് ഇതിനൊരു ആത്മാർത്ഥമായ ശ്രമം സർക്കാരിന് വേണം. ഇപ്പോഴത് ഉണ്ടോ എന്ന കാര്യത്തിൽ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇതിന്റെ ലഭ്യത കുറച്ചുകൊണ്ട് വേണം. അത് ചെയ്യേണ്ടത് സർക്കാരാണ്. ഇത് സംസ്ഥാന സർക്കാരിന്റെ പോളിസിയിൽ പെട്ടതാണ്. അപ്പൊ ഇത് ലഭ്യത കുറച്ച് കൊണ്ടുവരണം. ഇപ്പൊ 10 ലക്ഷം പേര് നമ്മുടെ ബിവറേജിന്റെ ഔട്ട്ലെറ്റ് വരുതി. ഈ 10 ലക്ഷം പേര് ബിവറേജിന്റെ ഔട്ട്ലെറ്റ് വരുതിക്കുന്നു എന്ന് പറഞ്ഞാൽ 10 ലക്ഷം കുടുംബനാഥന്മാരാണ് അവിടെ നിൽക്കുന്നത്. അപ്പൊ ആ 10 ലക്ഷം പേരുടെ മക്കളെ ശ്രദ്ധിക്കാൻ അവർക്ക് കഴിയുന്നില്ല എന്ന് സാമാന്യ ബുദ്ധിയിൽ നമ്മൾ ഊഹിക്കണം. ആ കുട്ടികളായിരിക്കാം പലപ്പോഴും ഈ വഴിതെറ്റി പോകുന്നതിന്റെ ഒരു കാരണക്കാരതായിരിക്കും. ആ ലഭ്യത കുറച്ചു കൊണ്ടുവരണം. ഇപ്പൊ IT പാർക്കുകളിൽ ഉൾപ്പെടെ, ബസ് സ്റ്റാൻഡിൽ ഉൾപ്പെടെ കൊടുക്കാൻ തീരുമാനിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് നമുക്കൊരു ഗുണകരമല്ല. അത് നമുക്കൊരു അപകടകരമായ സ്ഥിതിയിലേക്ക് അത് കൊണ്ടുപോകുന്നു. പിന്നീട് ഇപ്പോഴും ബോധവൽക്കരണം സർക്കാരിന്റെ പല തലങ്ങളിൽ നടക്കുന്നുണ്ട്. എക്സൈസിന്റെ ആഭിമുഖ്യത്തിൽ വിമുക്തി എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്, പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്നുണ്ട്, ആരോഗ്യ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്നുണ്ട്, വിദ്യാഭ്യാസ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്നുണ്ട്. ഒട്ടേറെ ബോധവൽക്കരണ പരിപാടികൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. ഇപ്പൊ ആശ്രയം പോലെയുള്ള സന്നദ്ധ സംഘടനകൾ, സാമൂഹിക സംവിധാനങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട്. അപ്പൊ ഇവിടെ ആ തരത്തിൽ എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വളരെ ചെറുപ്പത്തിലെ ഈ ലഹരിക്കെതിരെ, മദ്യത്തിനെതിരെ നിലയുറപ്പിച്ച ഒരു വ്യക്തിയാണ് ആശ്രയയുടെ നമ്മുടെ കലേബരൻ ജോമസ് സാറ്. അദ്ദേഹം ഒട്ടേറെ പരിപാടികൾ സ്കൂളുകളിൽ, നമ്മുടെ കേന്ദ്രത്തിന്റെ നശാമുക്ത ഭാരത് അഭിയാൻ എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ്, ആ പ്രോജക്റ്റിന്റെ ഒരു വർഷത്തോളം അതിന്റെ ജില്ലാ കോർഡിനേറ്ററായിട്ട് ഞാൻ പ്രവർത്തിച്ചാണ്. അപ്പൊ സർക്കാർ തരുന്ന ഫണ്ടിൽ ഒരു പരിമിതി ഉണ്ട്, എനിക്കറിയാം. ആ ഫണ്ടിൽ നിന്ന് ഒരുപാട് പൈസ സ്വന്തമായി ചെലവഴിച്ചുകൂടി അദ്ദേഹം കഴിഞ്ഞ ഒരു വർഷം നടത്തി. ഈ വർഷം ജനബോധൻ 2025 എന്ന് പറഞ്ഞ രീതിയിൽ അദ്ദേഹം ഈ പരിപാടികൾ സംഘടിപ്പിച്ച് മുന്നോട്ട് പോകുന്നു. അത്തരത്തിൽ ചില സാംസ്കാരിക സാമൂഹ്യ സംഘടനകൾ വളരെ ആത്മാർത്ഥമായി ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിന്റെ ഒരു പരിധിവരെ പ്രയോജനമുണ്ട്. സർക്കാർ തലത്തിൽ ഈ പറയുന്നത് അപ്പുറത്തതിന്റെ ലഭ്യത കുറയ്ക്കുന്ന കാര്യത്തിൽ സർക്കാർ കുറച്ചുകൂടി ആത്മാർത്ഥത കാണിക്കണം എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്.
തീർച്ചയായിട്ടും സാർ. അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമാണ്. യുവാക്കളും കുട്ടികളും ഉൾപ്പെടെ എത്രയോ പേർ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ലഹരി വലയത്തിൽ കുരുങ്ങുന്നതിന്റെ വാർത്തകളാണ് ദിവസവും നമുക്ക് മുന്നിൽ നിറയുന്നത്. മാനസിക സമ്മർദ്ദം കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരു മാർഗമെന്ന നിലയിലാണ് പതിവായി ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത് വിപരീത ഫലമാണ് സൃഷ്ടിക്കുന്നത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ലഹരി ഉപയോഗം എങ്ങനെ തടയാം, ഇതിന്റെ ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണ്, ഇതിനെ പൂർണ്ണമായിട്ട് നമുക്ക് എങ്ങനെ ഇല്ലാതാക്കാം എന്നതിനെപ്പറ്റി വ്യക്തമായ ധാരണ ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ്. സോ ഇത്തരത്തിൽ ഇതിനെപ്പറ്റി വ്യക്തമായിട്ട് ഇത്തരത്തിലുള്ള അറിവുകൾ പങ്കുവച്ചത് റിട്ടയർഡ് എക്സൈസ് ഓഫീസറായ വിജയ് കുമാർ സാറാണ്. അപ്പോൾ എന്തായാലും സാർ, ഒരുപാട് നന്ദി, ഒരുപാട് സന്തോഷം ഈ പ്രോഗ്രാമിലേക്ക് വന്നതിനും ആൻഡ് ഇത്രയധികം കാര്യങ്ങൾ, ഇത്രയധികം അറിവുകൾ നമുക്ക് വേണ്ടി പങ്കുവച്ചതിനും. നന്ദി, സന്തോഷം. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഒരുപാട് ഇൻഫർമേഷൻ ആയിട്ട് ഇനിയും ഞാൻ വരുന്നതാണ്. Till then, it's me RJ ശ്രീശാന്ത് signing off. Keep it locked to Astraya FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നമ്മുടെ ജീവിതത്തിന്റെ വിവിധ തലങ്ങളിൽ വളരെ പ്രാധാന്യമുള്ള വിവരങ്ങൾ എന്തായാലും നമ്മൾ അറിയണം, അല്ലേ? ആരോഗ്യം, വിദ്യാഭ്യാസം, ലോ ആൻഡ് ഓർഡർ, സാങ്കേതിക വിദ്യകൾ, യാത്രാ സൗകര്യങ്ങൾ, അങ്ങനെ നമുക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വളരെ പെട്ടെന്ന് അറിയണം എങ്കിൽ ട്യൂൺ ഇൻ ടു ലൗഡ് സ്പീക്കർ. എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 2 മണി മുതൽ RJ ശ്രീശാന്തിനോടൊപ്പം നമ്മുടെ സ്വന്തം ആശ്രയ FM 90.